പഴയ ആൾക്കാരല്ല, ഞങ്ങളിപ്പോഴും വളരെ യൂത്തായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ പണ്ടായി പോയി ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഏട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. അന്ന് വളരെ കുറച്ചായിരുന്നെങ്കിലും അന്നുള്ളത് ഇന്നും ആളുകളുടെ മനസ്സിലുള്ള ഒരു ഇതുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ ഇന്ന് ചെയ്യുന്ന പലതിനും അത്ര കുറെ ആയുസില്ല. ഇന്നിപ്പോ ഇറങ്ങി ഏത് വർക്ക് നമുക്ക് ഇത്രമാത്രം മനസ്സിൽ ഓർത്ത് വെക്കുന്നത്. ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുക, ഓട്ടോഗ്രാഫ് ഇങ്ങനെ എഴുതി കൊടുക്കുക. മൈ ഗോഡ്, എനിക്കിത് എന്തോ ലോകം അവസാനിക്കാൻ പോണത്തെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു എനിക്കുണ്ട്. ശരിക്കും ഈ നമ്മളുടെ ഒരു സിനിമ യാത്രയൊന്നും എല്ലാ ഫാമിലിയൊന്നും അംഗീകരിക്കണം എന്നില്ല. ഭാര്യയ്ക്കൊന്നും അങ്ങനെ അത് 100%. പക്ഷെ അവളാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ സിനിമയിൽ വരണം. പേര് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ആൽബങ്ങളൊക്കെ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കമന്റ്സിൽ ന്യൂസ് എടുത്ത് നോക്കി ഇന്നും ഉണ്ടാവും. 3 hours ago 1 hour ago എന്ന് പറഞ്ഞ കമന്റ് ആളുകൾ ഇട്ടിട്ടുണ്ടാവും. എനിക്ക് ആദ്യം വീട്ടിൽ നിന്ന് മാത്രമേ ചീത്ത വെക്കാറുള്ളായിരുന്നു. ഞാൻ ഇതിലിറങ്ങിയ ശേഷം നാട്ടിലുള്ളവർ വീട്ടിലുള്ളവർ എല്ലാവരും എന്നെ ചീത്ത പറയാം. ഇപ്പൊ എനിക്കത് ശീലമായി. പറയൂ. വണ്ണാത്തി പുള്ളിനു ദൂരെ ചന്ദനക്കാട്ടിൽ കൂടുണ്ടേ. അടിപൊളി. നിനക്ക് പാടാനും കഴിവുണ്ട്. എല്ലാം ഉണ്ടെന്ന് അതിൽ സൗമ്യേച്ചി ഉണ്ട്. ആളിപ്പോഴും ഉണ്ട്. അതായത് ആളിപ്പോഴും പലതരം പ്രോഗ്രാംസും സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ചാക്കോ ബോബന്റെ കൂടെ ഒരു സിനിമ ചെയ്തു തോന്നുന്നുണ്ട് എനിക്ക്. ആസിഫ് അലി ഒരു പടം AK സാജൻ സാറിന്റെ ഒരു പടത്തിൽ അഭിനയിച്ചു. പിന്നെ ഇപ്പൊ തെലുങ്കിലുണ്ട്. തെലുങ്കിൽ കുറച്ച് സജീവമാണെന്നാണ് എന്റെ അറിവ്. ഓക്കെ. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ഈ ഒരു ആൽബത്തിന്റെ എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു പ്ലാനിലുണ്ട്. ഞാൻ ഉദയേട്ടനായിട്ട് അതിന്റെ ഡിസ്കഷനിലുണ്ട്. പക്ഷെ സൗമ്യ ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞങ്ങളങ്ങനെ ഫ്രീക്വന്റ്ലി ടച്ചിലില്ല. സൗമ്യ ഇപ്പൊ ഏത് റേഞ്ചിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിൻ്റെ ഒന്ന് കുറച്ചുകൂടി ഒരു കാര്യം ഇങ്ങനെ ഒത്തുവരുമ്പോ തീർച്ചയായിട്ടും അത് ചെയ്യണം എന്നാണ് അതിന്റെ ഒരു പ്ലാൻ. അതിപ്പോ അതിന്റെ സ്ക്രിപ്റ്റ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, ആ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും. അതായത് ഇതുവരെ നമ്മൾ സൗമ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. സൗമ്യേശ് ഇത് കാണുകയാണെങ്കിൽ കേട്ടോളൂ, നിങ്ങൾക്കായി ഒരു പണി വരുന്നുണ്ട്. ഒരു പണി വരുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് മനസ്സിൽ. നമുക്ക് ഒന്ന് ഫുള്ളായി കഴിഞ്ഞിട്ട് എന്താണ് സൗമ്യയുടെ ഒപ്പീനിയനും കൂടി നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ അഭിനയിച്ച വേറെ ഏതെങ്കിലും ഒരു ഹീറോയിൻ. നിങ്ങൾ രണ്ടുപേരാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും, പെട്ടെന്ന് ആളുകളിലേക്ക് കണക്ട് ആവും. സെയിം ഡയറക്ടറും സെയിം മ്യൂസിക്കും ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു പൊളിക്കുമല്ലോ. അങ്ങനെ ഒരു പദ്ധതി നമ്മുടെ മനസ്സിലുണ്ട്. നോക്കാം. പലരും ചോദിക്കണമെന്ന് നമ്മുടെ ഈ സിലബസിലുള്ളതല്ല, ഔട്ട് ഓഫ് സിലബസ് ആണ്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ചെമ്പകമേവ അല്ലെ സുന്ദരിയേവ ആ ചേട്ടൻ അറിയാവോ? ഇല്ല. പുള്ളിയെ ഞാൻ തിരഞ്ഞ് അത് നമുക്ക് ഉദയനോട് ചോദിച്ചാൽ മതിയല്ലോ. പുള്ളിയുടെ നമ്പർ എനിക്ക് തരാലോ. അതിനെന്താ, സന്തോഷമല്ലേ ഉള്ളൂ. അതെ, എനിക്ക് ആ പുള്ളി ഒന്ന് ഇവിടെ കൊണ്ടുവരാം. എനിക്ക് ഈ പഴയ ആൽബത്തിലുള്ളവരൊക്കെ ഞാൻ മാക്സിമം ഞാൻ പിടിച്ചു പോകുന്നു. ഞങ്ങൾ പഴയ ആൾക്കാരല്ല, ഞങ്ങളിപ്പോഴും വളരെ യൂത്തായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ പണ്ടായി പോയി ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇന്നത്തെ കുട്ടികൾ പെർഫോം ചെയ്യുന്നൊക്കെ കാണുമ്പോ നമ്മളൊക്കെ ഇന്ന് ജനിച്ചിരുന്നെങ്കിൽ? സത്യമായിട്ട് നമുക്ക് തോന്നും, ഉറപ്പായിട്ട് നമുക്ക് തോന്നും. കാരണം നമുക്ക് അന്ന് ഇതുപോലെയുള്ള അവസരങ്ങൾ ഇല്ലല്ലോ. ഈ മറ്റേ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞ പോലെ വല്ലപ്പോഴും ഒരു ആൽബം ഒക്കെ കിട്ടിയാലായി എന്നുള്ളൊരു അവസ്ഥ. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് പെർഫോം ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ എടുത്ത് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ലൈവായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ചാനലിലോ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. അന്ന് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. നമ്മളൊരു സാധനം ചെയ്തു ഒരാളെ കൊണ്ട് നമ്മളൊരു കാണിക്കണമെങ്കിൽ തന്നെ എന്തോരം സമയം എടുക്കും. അതെ, പക്ഷെ ഏട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. അന്ന് വളരെ കുറച്ചായിരുന്നെങ്കിലും അന്നുള്ളത് ഇന്നും ആളുകളുടെ മനസ്സിലുള്ള ഒരു ഇതുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ ഇന്ന് ചെയ്യുന്ന പലതിനും അത്ര കുറെ ആയുസില്ല. ഇന്നിപ്പോ ഇറങ്ങി ഏത് വർക്ക് നമുക്ക് ഇത്രമാത്രം മനസ്സിൽ ഓർത്ത് വെക്കുന്നത് ഒന്നുമില്ല. ഇത് 20 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ഓർത്ത് വെക്കണമെങ്കിൽ അത് അന്നത്തെ കാലത്തിന്റെയോ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിന്റെ ഒക്കെ ഒരു പവർ തന്നെയാണ്. തീർച്ചയായിട്ടും ശരിയാണ്. ബാക്കി കമന്റ്സ് വരുമ്പോ കൈ അടിച്ചോളൂ. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ. അല്ല, ഇവള് പുലിയാണ് കേട്ടാ. നമ്മള് ഉദ്ദേശിക്കുന്ന അദ്ദേഹം അല്ല. അത് വളരെ എന്താ പറയണേ, അറിയാം. കൂടുതൽ ഞാൻ പൊക്കണ്ട, ഇത്ര മതി. നന്നായിട്ട് പൊക്കി വിട്ടതാണ്, അതുകൊണ്ട് അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. അപ്പൊ കുഴപ്പമില്ല. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല. ഞാൻ പൊതുവെ ഒന്ന്
പതിഞ്ഞിരിക്കുന്ന ആളാ. ഞാൻ അങ്ങനെ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ആളല്ല. ഇൻട്രോവേർട്ട് ഒന്നുമല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ കേൾക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമുക്കറിയാവുന്നവരടുത്തേ നമ്മൾ സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഞാൻ കൂടുതലും അപ്പൊ ഞാൻ ഭയങ്കര എനർജൈസ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ കമ്പോസ്ഡ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ മടിയും പേടിയും അതായിരുന്നു. ഞാനൊരു ഇന്റർവ്യൂവിനൊക്കെ വന്നിരിക്കുമ്പോ എന്റെ മൂഡിലേക്ക് ഓപ്പോസിറ്റ് ആൾ വരുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇദ്ദേഹം നമ്മളെ കവച്ചടിച്ചോണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് ഡൗട്ട് തോന്നാതെ ഞാൻ താഴെത്തല്ലോ. ഒരിക്കലും അടിപൊളി. ഇപ്പൊ ചേട്ടാ നമ്മൾ അന്നത്തെ കാലത്തേക്ക് വീണ്ടും പോവാണെങ്കിൽ അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ അന്ന് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താ? എന്തെങ്കിലുമൊക്കെ ഉള്ളാതിരിക്കും. അന്നങ്ങനെ ബീച്ചിലെ ഒരു ഷൂട്ടാണ്, എത്രയോ ജന്മമായി എന്ന് പറയുന്ന ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അത് ചെറായി ബീച്ചിൽ ഷൂട്ട് ചെയ്തതാണ്. അതാണ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് വളരെ അടുപ്പത്തിൽ നിൽക്കുന്ന ഒരു വിഷ്വൽ. മറ്റേതിലൊന്നും അങ്ങനെ ഇല്ല. അങ്ങനെ എനിക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഭയങ്കരമായിട്ട് അങ്ങനെ ടച്ചിങ് ആയിട്ടൊന്നും അങ്ങനെ ഓർമ്മ വരുന്നില്ല. എല്ലാവരും തിരക്കാണല്ലോ. ഉദയേട്ടൻ്റെ അന്ന് നമ്മുടെ പ്രൊഡ്യൂസർ സലാഹുദ്ദീനൊക്കെയാണ് നമ്മുടെ ഒരു പടമൊക്കെ ചെയ്തിരുന്നു അദ്ദേഹം. അങ്ങനെ നമുക്കങ്ങനെ ഭയങ്കര മെമ്മറിയിൽ നിൽക്കുന്ന അങ്ങനെ ഒന്നുമില്ല. ഇന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും വേദിയിലോ എവിടെയെങ്കിലും കേറിയിട്ട് എടോ ഞാൻ ആ ആൽബം ഒക്കെ ചെയ്ത മനുഷ്യനാണോ അങ്ങനെ പറയേണ്ടതായിട്ട് ഒരു അവസരം വന്നിട്ടുണ്ടോ? നമ്മൾ പറയണമെന്ന് നമുക്ക് തോന്നിയ സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ തന്നെ അങ്ങനെ പറയണത് ശരിയല്ലോ. ഇനി പറഞ്ഞിട്ട് അറിഞ്ഞില്ലെങ്കിലോ? എന്തായാലും അറിയും. 10 പേരെടുത്ത് അതില് ഉറപ്പായിട്ട് 4-5 പേർക്ക് ഇത് അറിയാതിരിക്കില്ല. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും ചില സമയത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മളോട് വളരെ അടുത്തുള്ളവരൊക്കെ പറയും അറിയില്ലേ മറ്റേ ആൽബത്തിന് മറ്റേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വലിയ കാര്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ ഓപ്പോസിറ്റ് ഏത് പടം ഞാൻ കണ്ടിട്ടില്ല, പൊളിഞ്ഞു പോയോളല്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കുക. എനിക്ക് കൂടുതൽ അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് ഭയമാണ് ഇത് പറയാനായിട്ട്. പക്ഷെ ആൽബത്തില് ഞാൻ എവിടെ പോയിട്ടും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വേനൽമരം എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കുമ്പോ ബാല അന്ന് ശരിക്കും മലയാളത്തിലോട്ട് വരുന്ന ഒരു സമയമാണ്. അന്ന് നമ്മൾ പാലക്കാട് ഒരു വീട്ടിൽ നമ്മളിങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാല അവിടെ ഇരിക്കുന്നുണ്ട്. ബാലനെ കാണാൻ വേണ്ടി ആൾക്കാരുണ്ടെങ്കിലും ഇപ്പുറത്ത് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്ന സിനിമയാണ് വേനൽമരം. മുടിയൊക്കെ മുട്ടയൊക്കെ അടിച്ച് വേറെ രൂപമാണ്, വില്ലനാണ്. എന്നിട്ടും എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ചേട്ടാ ഇന്നതല്ലേ എന്ന് പറഞ്ഞ് നമ്മള് ഇടിച്ചു പോയി. ഓട്ടോഗ്രാഫൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര അതൊക്കെ എനിക്ക് ഭയങ്കര ത്രില്ല. അയ്യോ അങ്ങനെ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരത്തെ അനുഭവം നമ്മൾ പറയണ്ടേ? ബാംഗ്ലൂർ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അല്ലേ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നതെന്ന് പറയും. അതായത് ഇപ്പുറത്ത് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുക, ഓട്ടോഗ്രാഫ് ഇങ്ങനെ എഴുതി കൊടുക്കുക. മൈ ഗോഡ്, എനിക്കിത് എന്തോ ലോകം അവസാനിക്കാൻ പോണത്തെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. ഞാൻ പുറത്തിറങ്ങി എഴുന്നേറ്റ് നിൽക്കുമ്പോഴും ഇവര് അതൊരു കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. എനിക്ക് വന്നത്തെ പ്രായമല്ലേ ഉള്ളൂ. വന്ന് നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. പിന്നെ എന്നിട്ട് ആ ഒരു സ്റ്റേജിൽ അനൗൺസ് ചെയ്തു പുള്ളി അങ്ങ് പോകുന്നില്ല, പുള്ളി ഇവിടെ ഉണ്ട്, പ്രോഗ്രാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, എല്ലാവരും പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞൊരു ഇൻസിഡന്റ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അത് സ്പെസിഫിക് ആയിരുന്നു അവര്, ജൂനിയർ അഭിഷേക് ബച്ചൻ എന്ന് പറഞ്ഞിട്ട് എഴുതണം. സ്പെസിഫിക് ആയിരുന്നു അവരുടെ ആവശ്യമായിരുന്നു അങ്ങനെ എഴുതണമെന്ന്. മനസ്സിലായോ? ഞാൻ വെറും ഒരു ഡമ്മിയാണ് ശരിക്കും. ജൂനിയർ അഭിഷേക് ബച്ചൻ വിത്ത് ലവ് ഷിനോയ് അല്ലേട്ടാ. അത് കണ്ടിട്ട് നമ്മുടെ ആൽബം കണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ നമ്മള് ആൽബത്തില് നമ്മള് ഓൾ ദ ബെസ്റ്റ് എന്നാണല്ലോ ലാസ്റ്റ് നമ്മള് ഗുഡ് ലക്ക് എന്നാണോ ഓൾ ദ ബെസ്റ്റ് അങ്ങനെ. അപ്പൊ അതാണ് ഞാൻ കൂടുതലും അങ്ങനെ വരുമ്പോ ആരെങ്കിലും വന്നു കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു ലവ് സിമ്പിൾ ഇട്ടിട്ട് അങ്ങനെ എഴുതി കൊടുത്തിട്ട് ഫ്രം എഴുതി കൊടുത്ത് വിടും. അങ്ങനെ പറയുമ്പോ ഇത് മറ്റേതല്ലേ അപ്പൊ അത് തന്നെ എന്ന് പറഞ്ഞ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറെ കാലങ്ങൾക്ക് ഇപ്പുറം ആരെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ടോ? ഇപ്പോഴും നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പരിപാടിക്ക് പോകുമ്പോ ഇങ്ങനെ അയ്യോ ഇന്ന ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലിക്കൊക്കെ എടുക്കും. അതിനപ്പുറത്തോട്ട് അതിന് ആ ഒരു മൊമെന്ററി ഉള്ളൊരു ഇതെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് അതിനൊന്നും, അതായത് അവർക്ക് തന്നെ മനസ്സിലാവോ ഏട്ടനെ നോക്കുമ്പോ? സംശയമാണ്. എനിക്കൊന്ന് കണ്ണിന്റെ ഇവിടെ കുറച്ച് കറുത്തുപോയി, വേറെ പ്രശ്നമൊന്നുമില്ല. അതെ ഉറക്കം പിന്നെ എന്തോ ഉള്ളത്
കുറച്ച് മുടി കണ്ണിന്റെ അവിടെ ഇത്തിരി കറുത്തും പോയി, കുറച്ച് മുടിയും പോയി, തടിച്ചും പോയി. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ. അപ്പൊ ഇവരിങ്ങനെ സംശയം പറയും. പിന്നെ അതിൽ കുറച്ചുകൂടി മുടി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഡൗട്ട് പോലെ പറയും. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ ഇങ്ങനെ അതൊക്കെ പറയുമ്പോ ഞാൻ പറയും ഞാൻ തന്നെയാണ് ആള് എന്ന് പറയും. അപ്പൊ ആദ്യം ഇല്ല ഞാൻ തന്നെയാണ് എന്ന് പറയും. എന്നിട്ട് വീഡിയോ ഇട്ട് നോക്കി കഴിഞ്ഞിട്ടാണ് അവരത് ഉറപ്പിക്കുക. പക്ഷെ ചില ആൾക്കാർ കാണുമ്പോ തന്നെ കണ്ണുണ്ടോ എങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് മനസ്സിലാവും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇതില്ലേ, അത് ഭയങ്കര രസം. അത് ആരെയും പറഞ്ഞു തന്നാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൈ നിട്ടതാ? അതൊന്നും അങ്ങനെ ആയതാണ്. നമുക്ക് ഇപ്പൊ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റൂല. എനിക്ക് ഓർമ്മ പോലും ഇല്ല നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഉദയേട്ടൻ പറഞ്ഞ പൂ ഇങ്ങനെ താഴത്തേക്ക് ഇടുമ്പോ ഒരു ലുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി ഒരു ലുക്ക് കൊടുത്തു, അത്ര തന്നെ. ഞാൻ എത്ര പൂ തട്ടിയിട്ട് ഇങ്ങനെ ആക്കിയെന്നറിയോ? എടാ അത് സത്യം പറയണാണോടാ? അതെ, ഞാൻ സത്യം പറയാം, സത്യം. അല്ല, പലരും ചെയ്തിട്ടുണ്ടാവും. അന്ന് നമുക്ക് അങ്ങനെയൊക്കെ ഇല്ലല്ലോ, ആൽബംസ് അല്ലേ കാണാൻ. ഇത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ആ ലുക്ക് അങ്ങനെ ഇതായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നല്ല. പിന്നെ അതൊക്കെ ഡയറക്ടറിന്റെ എടുക്കുകയാണല്ലോ. ഒരാളെ എങ്ങനെ കാണിച്ചാലാണ് സ്ക്രീനിൽ ഭംഗിയാവുക എന്നുള്ളത് അത് അവരുടെ കയ്യിലാണുള്ളത്. നമ്മളൊക്കെ അതിൽ വെറുതെ നമുക്കൊന്നും ഇന്നും അറിയില്ല അന്നും അറിയില്ല. അത് ഡയറക്ടറിന്റെയും പിന്നെ ക്യാമറാമാൻ നിതിൻ തളിക്കുളമായിരുന്നു അന്ന്, ക്യാമറ നിതിനായിരുന്നു. അവർക്കറിയാം കറക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ എഡിറ്റർ മെൻതോസ് ആന്റണി അവരൊക്കെയാണ് ചെയ്തത്. അപ്പൊ അത് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒന്നും അല്ല. അത് ശരിക്കും ഒരു റെസ്റ്റോറന്റ് സെറ്റപ്പ് ഒക്കെ തന്നെയായിരുന്നു. ഒറിജിനൽ റെസ്റ്റോറന്റ് ആയിരുന്നു. ഒരു ഹോട്ടൽ, തൃശ്ശൂരുള്ള ഒരു ഹോട്ടലിന്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നത്. അവിടെ ആയിരുന്നു നമ്മൾ. പിന്നെ അവിടെ പോയിട്ടുണ്ടോ? ഇല്ല. പേടിച്ചില്ല. എന്നോട് ആലോചിച്ചു. പണ്ട് ഏതോ ഗാനമേളയ്ക്ക് ആരോ പോയിന്ന് പറഞ്ഞപ്പോഴേ 2-3 തവണ റിപ്പീറ്റ് പാടണമെന്ന് പറഞ്ഞിട്ട് അറിയാലോ, കേട്ടിട്ടുണ്ടല്ലോ, പാടി ശരിയാക്കിയിട്ട് പോയെന്ന് പറഞ്ഞത്. ഞാനതുപോലെ അങ്ങോട്ട് പോയിട്ടില്ല. എന്നോട് വേറെ ആളോട് ഇതുവരെ ആരോ ചോദിച്ചു പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇല്ല, പോയിട്ടില്ല. ഇല്ല. ഇപ്പം ആ സെയിം പാട്ട് പലരും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടിരുന്നോ പുതിയതെങ്കിലും? 1-2 ഞാൻ കണ്ടു, അല്ലാതെ ഞാൻ അധികം കണ്ടിട്ടില്ല. അതായത് ഇപ്പൊ റെസ്റ്റോറന്റിലുള്ള ഏത് കുട്ടികൾ അങ്ങനെ നടക്കുമ്പോഴോ ആളുകൾ പാടും ഈ പാട്ട്. ആണോ? അങ്ങനത്തെ കുറെ ഇപ്പൊ റീക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസും ഞാൻ കണ്ടു. നിങ്ങളെ പോലത്തെ ഉള്ള നിങ്ങള് പിന്നെ ചേച്ചിയും സൗമ്യ ചേച്ചിയുമായിട്ടുള്ള. അപ്പൊ അതൊക്കെ ആരെങ്കിലും അയച്ചു തരുമോ? അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. എന്നെ ശരിക്കും ആരുമായിട്ട് ഞാൻ അങ്ങനെ കോണ്ടാക്ട് ഞാൻ ഇന്ന ആളെന്ന് അറിയുന്ന ആരും ഇല്ല. വല്ലപ്പോഴും കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കമന്റിൽ ഇങ്ങനെ പോയപ്പോ വേറൊരാളാണ് കമന്റ് ഇട്ടത്, ഇയാളെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടത്. എനിക്ക് എന്റെ വൈഫാണ് എന്നെ കാണിച്ചു തന്നത്. അങ്ങനെയൊക്കെ എന്നല്ലാണ്ട് ഞാൻ ഇങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ ഇത്ര സിനിമയുടെ കൂടെ ഭാഗമായപ്പോഴൊന്നും നിങ്ങളല്ലേ എന്നെ ആൽബത്തിൽ അഭിനയിച്ചെന്ന് ആരും നമ്മളോട് ചോദിച്ചിട്ടില്ല. അതൊന്നും അങ്ങനെ ആർക്കും അറിയില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് പോയി എന്നല്ലാതെ ഇതിപ്പോൾ നിങ്ങളിതിനെ എനിക്ക് തോന്നുന്നു ഈ വളരെ സീരിയസ് ആയിട്ട് ഈ ആൽബങ്ങളെയും ഇതിനെയൊക്കെ അല്ലെങ്കിൽ അടുത്ത ഇത് നോക്കി കാണുന്നോണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ ഒരുപാട് ഈ ആൽബംസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, 90s ആൽബത്തിലുള്ള ഒരുപാട് പേര് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ ആളുകൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാണോ. ഇപ്പോ നമ്മളെ പേഴ്സണൽ ലൈഫൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഭാര്യയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതെ, ഒന്നേ ഉള്ളൂ ഇപ്പൊ പറയുമോ? 100% ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പറ്റിപ്പോകുന്ന തെറ്റുകളാ എന്റെ. ഒരു ഭാര്യയുള്ളൂന്നൊക്കെ അപ്പൊ അവിടെ ഉള്ളവർ പറയും ഒരു ഭാര്യയേ ഉള്ളൂ. അല്ല, നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഇന്റർവ്യൂ കാണുന്നതാണല്ലോ. എത്ര ബുദ്ധിയുണ്ടെന്ന് മനസ്സിലാക്കാതെ. ഓക്കെ, ഭാര്യയെ പരിചയപ്പെടുത്തിയത് നേരത്തെ ഞാൻ കണ്ടില്ല. മക്കളെ പറഞ്ഞു. ഭാര്യയുടെ പേര് നീതു എന്നാണ്. നീതു ജോസഫ് എന്നാണ് ഭാര്യയുടെ പേര്. ശരിക്കും ഈ നമ്മളുടെ ഒരു സിനിമ യാത്രയൊന്നും എല്ലാ ഫാമിലിയൊന്നും അംഗീകരിക്കണമെന്നില്ല. ഭാര്യയ്ക്കൊന്നും അങ്ങനെ അത് 100%. പക്ഷെ അവളാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ സിനിമയിൽ വരണം, എന്താണോ ആഗ്രഹം അതിൽ സംശയമില്ല. അതിന്റെ നമുക്ക് പറയാൻ ഒരുപാടുണ്ട് അതിന്റെ ഇടയിൽ. അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ലവ് മാരേജ് ആയിരുന്നു? അല്ല, ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ്. ഓക്കെ. അപ്പൊ ഈ അറേഞ്ച്ഡ് മാരേജ് ആവുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് നമ്മളെ പറ്റി അറിയില്ല അല്ലേ? അപ്പൊ നമ്മൾ ഈ ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എപ്പോ പറഞ്ഞു? ഞാൻ ശരിക്കും സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അവിടെ ഏറ്റവും ഗുണം ചെയ്തത് ഈ പാട്ടാണ്, പൊണ്ണാത്തി. അപ്പൊ പെണ്ണ് കാണാൻ പോയപ്പോ പുള്ളിക്ക് മനസ്സിലായില്ല? പെണ്ണ് കാണുന്നതിന് മുമ്പ് ഇങ്ങനെ ആലോചനകളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ തട്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ പാട്ടിൽ അഭിനയിച്ച ആളാണെന്ന് അറിഞ്ഞപ്പോഴാണ് കാണാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്.
അപ്പൊ അതിൽ ഈ പാട്ടാണ് ശരിക്കും അതിന്റെ ഏറ്റവും വലിയൊരു ഒരു കണ്ണി ശരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടതും. പിന്നെ അങ്ങോട്ട് എളുപ്പമായി. പിന്നെ നമുക്ക് പഴയ പോലെ പരിചയപ്പെടുത്തേണ്ടതോ അങ്ങനെയൊന്നുമില്ല. പുള്ളിക്ക് ഒരു ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നോ? അങ്ങനെ അന്നൊക്കെ ഇതൊക്കെ കാണിച്ച വലിയ ഇതൊക്കെ കാണിച്ച പിന്നെ ഇമേജ് പോകുമല്ലോ. അതുകൊണ്ട് അവരൊന്നും കൂടുതലായിട്ടൊന്നും കാണിച്ചില്ല. പക്ഷെ ഞാൻ ഒരുപാട് ഇഷ്ടമുള്ള ക്രഷുള്ള ഒരു സമയമായിരുന്നു. എനിക്കന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു എന്നോട്. ഞങ്ങളോട് ക്രഷ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല സെറ്റ് അല്ലേ? നമുക്ക് ക്രഷ് ചെയ്യുന്ന ഒരാള് നമ്മളെ വീട്ടുകാരൊക്കെ ഇതായിട്ട് അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് വരിക എന്ന് പറയുമ്പോ അത് വലിയ വലിയ സംഭവമാണ്. കാരണം ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം നല്ല വയസ്സ് വ്യത്യാസമുണ്ട്. 7 വയസ്സ് വ്യത്യാസമുണ്ട് ഞങ്ങള്. അപ്പം പുള്ളിക്കാരത്തി അതിനെ വളരെ പോസിറ്റീവായിട്ട് അങ്ങനെ കണ്ടു. അതുകൊണ്ട് ഈ ഇപ്പൊ നമ്മൾ ഒരാളോട് അടുക്കാനൊക്കെ നമുക്കൊരു സമയം എടുക്കുമല്ലോ. അതങ്ങ് ബ്രേക്കായി. ആ ഐസ് ബ്രേക്കിംഗ് ഈ പാട്ട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടി. കാരണം പുള്ളിക്ക് മുമ്പ് കണ്ട് പരിചയം ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ അങ്ങ് ചോദിച്ചു, അതേപോലെ അങ്ങ് പറഞ്ഞു. അടുത്ത് ഇപ്പോഴും അവളാണ് നമ്മുടെ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് വേണ്ടി. സിനിമയാണല്ലോ, അപ്പൊ ഇങ്ങനെയുള്ള ഈ ഫിനാൻഷ്യൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ എടുത്ത സിനിമകൾ അങ്ങനെ വർക്കൗട്ട് ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ട സമയമാണ് ശരിക്കും. നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ലിറ്ററലി തിരിച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ പുള്ളിക്കാരത്തിൻ്റെ സപ്പോർട്ടാണ് ഏറ്റവും. വൈഫിൻ്റെയും അവരുടെ ഫാമിലിയുടെയും നമ്മുടെ ഫാമിലിയുടെയും ഒക്കെ സപ്പോർട്ടാണ് ശരിക്കും അടിപൊളി. അപ്പൊ അതുപോലെ ഭാര്യയിൽ എനിക്ക് ദൈവം അറിഞ്ഞു തന്നാണ്. ഭാര്യയും പിള്ളേരും ഒന്നും ഒരു തർക്കമില്ല. എന്തായാലും അത് കൂട്ടാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഉറപ്പായിട്ട് ഇല്ല. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഫാമിലി നാട്ടില് തൃശ്ശൂരല്ലേ? വാഴക്കാല, എറണാകുളം. അവരവിടെയാണ് സെറ്റിൽഡ്. അപ്പൊ അവർക്ക് അവിടെ നിൽക്കാനാണ് ആഗ്രഹം. അപ്പൊ അവർക്ക് ഇങ്ങനെ അവള് പഠിച്ചതും വളർന്നൊക്കെ ദുബായിലാണ്. പുള്ളി അപ്പൊ അവിടെയാണ് വീട്ടില്. അപ്പൊ അവർ അവിടെ താമസിക്കാനാണ് അവർക്ക് ഇഷ്ടം. ഓക്കെ, അതുകൊണ്ട് അവര് സുഖമായിട്ട് അവിടെ. അതെ അതെ, രണ്ടും ഗുണമുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഫുൾ ജോലി ചെയ്യാം. നമുക്ക് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇത്ര സമയത്തിന് വീട്ടിൽ വരണം എന്നുള്ള നമ്മളുടെയൊക്കെ ഇപ്പൊ പകലുള്ള ജോലി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡിസ്കഷൻ ഇരിക്കുന്നത്, ആരെങ്കിലും പേഴ്സണൽ മീറ്റിങ്ങിന് പോകുന്നതൊക്കെ. അപ്പൊ നമുക്കിങ്ങനെ രാവും പകലൊന്നൊന്നുമില്ല. 8 hours വർക്കിംഗ്, 9 hours ഒന്നുമില്ല. നമ്മൾ പണിയാണെങ്കിൽ നമ്മൾ 24 hours അങ്ങനെയാണ്. വളരെ ലേറ്റ് എപ്പോഴും ഉറങ്ങുന്ന 2 മണി 3 മണിയാവും നമ്മൾ ഉറങ്ങുമ്പോൾ എവറി ഡേ. അങ്ങനെയാണ് നമ്മളുടെ റൊട്ടീൻ. അപ്പൊ അത് ഫാമിലി ഇവിടെ അവിടെ ആവുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വണ്ണാത്തിക്ക് ശരിക്കും എന്റെ ഫാമിലി ലൈഫിലും വലിയൊരു റോളാക്കി തന്നു അല്ലേ? സംശയമില്ല. ഇനി ആ പാട്ടൊന്ന് പാടിത്തരോ? നന്നായിട്ട് പാടും ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറഞ്ഞു. നന്നായിട്ടൊന്നുമില്ല, പാടും. ഇങ്ങനെ കുറച്ചാലായിട്ട് പാട്ടില്ല. വണ്ണാത്തിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ അതിന് മുമ്പ് കുറച്ച് കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇപ്പൊ എന്നെ ഇങ്ങനെ ഒന്ന് വിളിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഇന്റർവ്യൂ ആണ്. ഈ 90s ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ അതൊരു അങ്ങനെ കൊണ്ടുവരണം എന്നുള്ളൊരു തോന്നലാണോ, അതോ എന്താണ് അതിന്റെ ഒരു മോട്ടീവ്? എന്താണ് ശരിക്കും മോട്ടീവ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കുറച്ച് പേരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ആൽബങ്ങളൊക്കെ നമ്മൾ ഇന്നും കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കമന്റ്സിൽ ന്യൂസ്റ്റ് എടുത്ത് നോക്കി ഇന്നും ഉണ്ടാവും. 3 hours ago 1 hour ago എന്ന് പറഞ്ഞ കമന്റ് ആളുകൾ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ചേട്ടന്മാരെയൊക്കെ ഇന്ന് എങ്ങനെ ഇരിക്കുന്നു, ഇന്ന് എവിടെ ഇരിക്കുന്നു, ഇന്ന് എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. ഈയിടെയായിട്ട് അങ്ങനെ 1-2 കമന്റ്സ് ഇങ്ങനെ കൂടുതൽ വരുന്നുണ്ട്. ശരിക്കും ഈയിടെയായിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ അയച്ചു. ഞങ്ങളെല്ലാം നിങ്ങൾ ആരോ പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്. 1-2 പേര് ഇങ്ങനെ ഉണ്ട്, സമ്മതിക്കില്ല. 1-2. പക്ഷെ അത് ഞാനും ഇങ്ങനെ ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് വേണോ വേണ്ടയോ. പിന്നെ വിചാരിച്ചു നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ തുടങ്ങാം. അപ്പൊ വിചാരിച്ചു ഞാൻ അതൊരു SP ആവില്ലേ, ആരും വിളിക്കാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇതിൽ തന്നെ തുടങ്ങാൻ പരിപാടി ആവില്ലേ എന്ന് വെച്ചാൽ നമ്മളത് ചെയ്തില്ല. അങ്ങനെ വന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വിളിക്കുന്നത്. ഞങ്ങളല്ല, ഞാൻ വേറെ ഇരുന്ന് വിളിക്കുന്നത്. 4 മാസം ആയിട്ടുണ്ടാവില്ല. 4 മാസം 5 മാസം മുമ്പായിരിക്കും. അല്ല, ഒരു 8 മാസം മുമ്പ്. 8 മാസം മുമ്പുള്ള എന്റെ കണക്ഷൻ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുബായ് വരെ വന്നു. എനിക്ക് വേണ്ടി വന്നല്ല, വേറെ എന്തൊക്കെ പരിപാടി ഇവിടെ ഉണ്ട്. അതിന്റെ ഇടയിൽ ഇതും കൂടിയാണ്. ഞാൻ ദുബായ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഒന്ന് നോക്കണ്ട, ഒരാൾ ദുബായിലുണ്ട്, കുറെ കാലമായിട്ട് എന്നെ പറ്റിച്ചോണ്ട് നടക്കും, എന്നാളെ ഞാൻ പൊക്കും. കുഴപ്പമില്ല, ഞാനത് സൂചിച്ചു. എനിക്ക് വേണ്ടി വന്നു. എന്തായാലും വന്ന കാര്യമൊക്കെ ഓക്കെ ആയില്ലേ? ഓക്കെ ആയിട്ട് പോകുന്നു. ഇനി ദുബായിലുള്ള ആൾക്കാരെ കൂടി എനിക്ക് ഒന്നങ്ങ് വെറുപ്പിക്കാനുണ്ട്. നാട്ടിലുള്ളവരൊക്കെ വെറുപ്പിച്ചൊരു വിധമാണ്. എന്തായാലും ഉദയേട്ടന്റെ വക ഞാൻ മറ്റേ ആളെ ഞാൻ ഉദയേട്ടനെ കണക്ട് ചെയ്ത് തരാം. എനിക്ക് ഉദയേട്ടനെ നിങ്ങൾ വിളിക്കണമെന്ന് എനിക്ക് തോന്നണേ. കാരണം
വിളിക്കും, ഞങ്ങളെല്ലാരും വിളിക്കും. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളുടെ ഇതുണ്ടല്ലോ, അന്ന് വേറെ ഒരു കൃഷ്ണന്റെ ആൽബം ഒക്കെ ചെയ്തില്ല ഉദയേട്ടന്റെ. മനസ്സിലായി, അമ്പാടിക്കണ്ണ അതല്ലേ, ആ നല്ല ഭംഗിയുള്ള ഏട്ടനാണ് കൃഷ്ണനായി. ഞാനൊരു ആൽബം ചെയ്തിട്ടുണ്ട് ഉദയേട്ടന്റെ, അമ്മയ്ക്ക് ആദ്യത്തെ കുഞ്ഞാണെന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തിട്ടുണ്ട്. പാട്ടൊന്ന് പാടൂ. അമ്മയ്ക്ക് ആദ്യത്തെ കുഞ്ഞാണ് കണ്ണന്റെ മുൻപിൽ ചോറൂണ്, അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ലാത്തൊരു പാട്ടായിരുന്നു. അപ്പൊ ഉദയേട്ടൻ എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ച ഒരു നിങ്ങളുടെ കൂടെ കൂട്ടായിരുന്നല്ലേ. ഉദയേട്ടനെ കൊണ്ടുവരണം, കാരണം അദ്ദേഹമാണ് ഇതിന്റെ ഒരു തോട്ട് പ്രോസസ് പുള്ളിയുടേതാണല്ലോ. അപ്പൊ നിങ്ങള് ഈ ഞങ്ങളെ അഭിനയിച്ചവരെ കൊണ്ടുവരുമ്പോ ഉദയശങ്കറിനെയും കൂടി നിർബന്ധമായിട്ടും ഇതിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം അതിന് തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരാളാണ്. പുള്ളി ഒരുപാട് നല്ല പാട്ടുകൾ തന്ന ആളാണ്. അപ്പൊ എന്താണ് ഇദ്ദേഹം ഈ ഇന്റർവ്യൂറൊക്കെ ആവാനുള്ള കാരണം എന്താണ്? ഇനി അതും കൂടി നിർത്താം. വേറെ പണിയൊന്നും കിട്ടിയില്ല, എന്തായാലും എന്നെ വേറെ പണിയൊന്നും ആരും തന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ ഇങ്ങനെ ചൊറിഞ്ഞ് പോവാലോ എന്ന് കരുതി. നട്ടന്റെ ചീത്തയൊക്കെ കേട്ട് ഒരു രസോ. എനിക്ക് ആദ്യം വീട്ടിൽ നിന്ന് മാത്രമേ ചീത്ത വെക്കാറുള്ളായിരുന്നു. ഞാൻ ഇതിൽ ഇറങ്ങിയ ശേഷം നാട്ടിലുള്ളവർ വീട്ടിലുള്ളവർ എല്ലാരും എന്നെ ചീത്ത പറയാം. ഇപ്പൊ എനിക്കത് ശീലമായി. പറയൂ ഇനി ഇത് എവിടേക്കാണ് അടുത്ത യാത്ര? സിനിമയിലേക്കാണോ അതോ അങ്ങനെ? സിനിമയിലേക്കില്ലേ, സിനിമ കുറെ എനിക്ക് വന്നു. വേണ്ടാന്ന് വെച്ചു. ഇതാണ് നമ്മുടെ വേണ്ട, എന്തിനാ പറഞ്ഞത്? അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി പ്രതിസന്ധിയില്ല, ഞാനും കൂടി പോയി ചെന്തിനാ ഇവിടെ തകർക്കുന്നത്. ഇത് തന്നെ വിചാരിച്ചു. നല്ല പരിപാടിയാ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് നല്ല നല്ല ആൾക്കാരെ ഇങ്ങനെ നിങ്ങളെ പോലത്തെ എന്നെ പോലത്തെ നല്ല ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. നല്ല രീതിയിൽ ഈ ചാനലും എന്തായാലും ഇവിടെ വീണ്ടും എന്നെ വിളിച്ചല്ലോ. ഞങ്ങളുടെ ഈ ഗാലറി വിഷൻ, അതായത് ദുബായിൽ വളരെ കുറവാണ്, ഇങ്ങനെ ചാനലുകളൊക്കെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞങ്ങളതായിരിക്കും ഇപ്പൊ ഒന്ന് ഫസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത്, അല്ലേടാ? ഓക്കെ. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ചാനലില് ദുബായ് പോലത്തെ ഉള്ള ഒരു സിറ്റിയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞങ്ങൾ ചെയ്തതിൽ എന്താ പറയാനുള്ളത്? ഞങ്ങൾ സ്റ്റുഡിയോ കണ്ടിട്ട്. അല്ല, ഞാനത് എനിക്ക് കണ്ടിട്ട് വളരെ നന്നായി തോന്നി. വേറൊന്നുകൊണ്ടുമല്ല, ഞങ്ങളും ചിലപ്പോൾ തുടങ്ങിയേക്കും. ഞങ്ങളുടെ എതിരാളിയാണ്, നിങ്ങളെ വളർത്തിക്കൂടാ. നമ്മുടെ ഉന്നം അങ്ങനെയല്ല. ഒരു എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് കുറച്ച് വെബ് സീരീസ് പ്ലാനിങ്ങും അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ വരും. അപ്പൊ ഇതൊരു ഇത്രയും മലയാളികൾ താമസിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ള ഇതാണ്. അവിടെ വളരെ സ്കോപ്പ് ഉണ്ട്, നല്ലതാണെന്നാണ് എൻ്റെയും അഭിപ്രായം. കൂടുതൽ പരിപാടികൾ ഗാലറി വിഷൻ അല്ലേ, ഗാലറി വിഷൻ ചെയ്യട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും നല്ലൊരു ഫ്ലോറും നല്ലൊരു ഓഫീസ് അപ്പുറത്ത് ഞാൻ കണ്ടില്ല. നല്ല പറഞ്ഞു വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവിന് എല്ലാവിധ ആശംസകൾ എൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടു. അടിപൊളിയാവട്ടെ. നിങ്ങളെ പോലെ തൃശ്ശേനെ പോലെ തന്നെ അടിപൊളിയാവട്ടെ. എന്റെ പേര് നൈനിഷ കേട്ടോ. എനിക്കറിയാം. നല്ല പേര് സിമിലർ അല്ലേ? നൈനിഷ, തൃഷ. ഇതൊക്കെ നിങ്ങൾ പറയണോ? ഞാൻ എത്ര നേരമായി നിങ്ങളെ ഇങ്ങനെ പൊക്കുന്നു മരിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ പൊക്കിക്കവിടെ? ഞാൻ ഇതൊരു പരിധിയില്ലേ. ഇന്നത്തെ ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ ഇങ്ങനെ ഉള്ളിൽ ആലോചിച്ചു, എനിക്ക് നൈനിഷ എന്നുള്ള പേര് കറക്റ്റ് കിട്ടിയില്ല. ഞാൻ ഇതിന്റെ ഇടയിൽ പേര് ചോദിച്ചാൽ മോശമല്ലേ? അപ്പൊ എനിക്ക് നൈനിഷ കറക്റ്റ് എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇനി ഇതിന്റെ ഇടയിൽ ഞാൻ അത് പറഞ്ഞു വെള്ളി അടിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് മിണ്ടാതിരുന്നത്. എന്തായാലും നൈനിഷയും തൃശ്ശയും തമ്മിൽ ഭയങ്കര സാമ്യമുണ്ട്. അല്ലെ, തൃശ്ശേനെ അങ്ങനെ സെപ്പറേറ്റ് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? തൃശ്ശേര് സത്യമായി പറയണെങ്കിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോ എല്ലാരും പറയായിരുന്നു. അങ്ങനെ ഇതിപ്പോ എനിക്ക് അടുത്ത കിട്ടുന്ന അറിയാം, എന്നാലും ഞാൻ പറയാ. അന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു, പിന്നെ ഇപ്പൊ ആരും പറയാറില്ല. ഇന്നിപ്പോ ഞാൻ ഫോട്ടോ എടുത്തപ്പോ ഞങ്ങളുടെ ഒരു ക്യാമറ ഇല്ലടാ, ഞങ്ങളെവിടെ ഞങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു കുട്ടിയാ. അവനോട് ഒരു തൃശ്ശേനെ പോലെ ഉണ്ട്. അപ്പൊ ഞാൻ പറയടോ, ഇന്നോട് എല്ലാരും പറയാറുണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാ. അതിനിപ്പോ ഇവിടെ ഓടി. പക്ഷെ സത്യം പറയട്ടെ, തൃശ്ശേനയിലെ സുന്ദരിയാ. അയ്യോ, ഓക്കെ അല്ലേ? എന്റെ ജോലി ഭംഗിയായിട്ട്. നിങ്ങൾക്ക് ആളുകളെ തെറി കേട്ടിട്ട് കുറെ കാലായല്ലേ? ഇപ്പത്തെ തെറിയെന്ന് അറിയില്ലല്ലോ, നല്ലതാ. ഞാൻ എന്തായാലും ഈ കമന്റ്സോ ഇതൊന്നും ഞാൻ നോക്കരുത്. ഞാൻ ഇൻസ്റ്റ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അത് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. ഞാൻ അങ്ങനെ ആക്റ്റീവ് അല്ല. അല്ല നമ്മൾ മാറ്റ്നി ലൈവ് ആയിരുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ ഞാൻ അങ്ങനെ ആക്റ്റീവ് അല്ല. അതാ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനത്തെ
അങ്ങനത്തെ ഒരാളല്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന, എങ്ങനെയോ സിനിമയിൽ മീൻസ് ആൽബത്തിലൊക്കെ എത്തി, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാവാൻ ആഗ്രഹമുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് വിഷനുണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ ഉള്ള ഒരുപാട് താല്പര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഒരു 30 to 40% നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനിയും പോകാനുണ്ട്. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരെയും കൂട്ടി സംസാരിച്ച് ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ആണോ? അത് എന്തോ ഇവിടുത്തെ വൈബ് നമുക്ക് ഭയങ്കരമായിട്ട് സെറ്റായി. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് പാട്ടാണ്. ഓ, ഞാൻ മറന്നില്ല. ഞാൻ അത് മറക്കൂല. നിങ്ങൾ എന്നെ പൊക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കാര്യത്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പഠിക്കോളൂ. യെസ്, ഇന്നേക്ക് അയച്ചത് ആയോട്ടാ. ഒറ്റ മിനിറ്റ് ആയോ? ലിറിക്സ് നോക്കിയോ? ഉള്ളതുപോലെ പാടാണ്. ലിറിക്സ് ഒക്കെ നോക്കി 3-4 വരി അങ്ങ് പാടിയാൽ മതിയല്ലോ. കാലമോടിപ്പോയി മറഞ്ഞെന്നാലും മറക്കുമോ പ്രേമരാഗം ഈ ജന്മം. കാലമോടിപ്പോയി മറഞ്ഞെന്നാലും മറക്കുമോ പ്രേമരാഗം ഈ ജന്മം. എത്രയോ ജന്മമായി നീ എൻ്റെ പ്രാണനാ, കളിയാടാൻ നീ കൂടെ പോരാമോ. ഞാനൊരുക്കുമീ കൂട്ടിൽ കൂടാമോ. തരരരരരരര കനവുറങ്ങും വ്യഥയന്തേ കളിയോ കടങ്കഥയോ. വണ്ണാത്തി പുള്ളിനു ദൂരെ ചന്ദനക്കാട്ടിൽ കൂടുണ്ടേ. അടിപൊളി. നിങ്ങൾക്ക് പാടാനും കഴിവുണ്ട്. എല്ലാം ഉണ്ടെന്ന് അന്നത്തെ ആൽബത്ത് പാടാതിരുന്ന്. അല്ലല്ല, അതിന് നമ്മളിങ്ങനെ ഇമിറ്റേഷൻ, അതൊരാളെ പാടുന്ന കേട്ടിട്ടാണ് നമുക്ക് പാടാൻ. കണ്ണു നിറഞ്ഞോ? കരച്ചിൽ വരുന്നുണ്ടോ? കരച്ചിലൊന്നും വരുന്നില്ല. ചൂടെടുത്തിട്ടോ അങ്ങനെ എന്തൊക്കെയാണ്. സെൻട്രലൈസ്ഡ് AC എവിടെ? എന്നിട്ടോ ഇതൊക്കെ അങ്ങനെ പറഞ്ഞോ, കുഴപ്പമില്ല. അന്ന് പോട്ടെ. ഞാനത് ആലോചിച്ചിട്ട് ഇമോഷണലി ഭയങ്കര വികാരാധീനായി. എനിക്ക് നമുക്ക് തന്നെ സങ്കടം വരുന്ന ആ കാലൊക്കെ കഴിഞ്ഞു പോയല്ലോ. അതിലൊരു വിഷമമുണ്ട്. എന്നുവെച്ചാൽ വേറൊന്നുണ്ടല്ല, നമ്മൾ ഒരുപാട് തന്ന സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഭയങ്കര തീവ്രമായ ആഗ്രഹത്തിലാണ് നമ്മളന്ന് അതൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന എമിറേറ്റ്സ് ബാങ്കിലെ ജോലി വിട്ടിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ബാങ്ക് ജോലിയൊക്കെ വിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആൾക്കാർ കാണുന്നത്, നമ്മുടെ ചുറ്റുള്ളവർ, നമ്മുടെ വീട്ടുകാരും കാണുന്നത് ഇവനെന്തോ ഈ നശിക്കാൻ പോകണമെന്നുള്ള രീതിയിലാണ്. നമ്മളതിനെ എത്രത്തോളം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ട് അതിനൊരു വരുമാനം ഉണ്ടായി കുടുംബത്തെ നോക്കണം എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ നമുക്ക് ചുറ്റുള്ളവർ പറയണത് ഇവനേതോ കള്ളക്കടത്തിനും തട്ടിപ്പിനും ഇറങ്ങുന്ന പോലെയാണ്. ഇന്ന് കുറെ കൂടി മാറി. അപ്പോൾ ഇന്റൻഷനലി ഭയങ്കരമായിട്ട് നമ്മളെ ഫൈറ്റ് ചെയ്യണല്ലോ. നമ്മൾ അന്ന് ഇറങ്ങിയത് വെറുതെ അല്ല. അത്രയും നമ്മുടെ മനസ്സിൽ ഡീപ്പ് റൂട്ടഡായിട്ട് സിനിമയുണ്ട്. ഇന്ന് പലരും നമ്മുടെ അടുത്ത് കഥ പറയാൻ വരുമ്പോൾ അവർ വിചാരിക്കുന്നത് എവിടുന്നോ കുറച്ച് കാശുണ്ടാക്കിയിട്ട് വന്ന പ്രൊഡ്യൂസർ എന്നാണ്. ശരിക്കും അവരിലും പാഷനേറ്റാണ് നമ്മൾ സിനിമയിൽ. അവർ സിനിമ കാണുന്നതിനപ്പുറമാണ് നമ്മൾ. പിന്നെ നമ്മളൊരു ജീവിതത്തിലൊരു കാര്യത്തിന് ഇറങ്ങി, ഇത് വിജയിപ്പിച്ചിട്ടല്ലേ നമ്മൾ പിന്മാറാവൂ അല്ലേ? അപ്പം നമുക്ക് അങ്ങനെയൊക്കെ പെട്ടെന്ന് ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പോയതാ. ഇനി സമയം ഒരുപാടുണ്ട്. ഏട്ടന്റെ പ്രതീക്ഷകൾ എന്താണോ അതെല്ലാം സഫലമാവട്ടെ, എത്രയും വേഗം തന്നെ ആവട്ടെ. ആഗ്രഹം പോലെ തന്നെ ഒരുപാട് നല്ല നല്ല സിനിമകൾ വരട്ടെ. അല്ല, ഇനി നമ്മൾ അഭിനയിക്കണം എന്നുള്ളതൊന്നും ഇപ്പൊ നമുക്ക് അങ്ങനെ ഇല്ല. ഞാനിപ്പോ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. 3 പടത്തിലും പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എനിക്ക് റോളൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെയല്ല, നമുക്ക് ഇനി നല്ല സിനിമയിൽ ഉണ്ടാവുക, നല്ല സിനിമയുടെ ഭാഗമാകുക. 100% നല്ല. ചില ആൾക്കാരൊക്കെ കഥ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ ആ കഥ നമുക്ക് സിനിമയാക്കണം, അങ്ങനെയൊക്കെയുള്ള. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എളുപ്പമല്ല. ഇൻഡസ്ട്രി അത്ര പ്രശ്നത്തിലാണ്. റിസ്ക് എടുക്കാൻ ഇൻഡസ്ട്രി ഭയങ്കര മോശം ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് 10% സിനിമകൾ പോലും വിജയിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്ര ടെൻഷൻ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു കഥ വന്നാൽ ഇന്നും ആളുകൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പൊ എത്രയോ സിനിമകൾ നല്ലത് വന്നു പോയില്ലേ. അപ്പം ഒരിക്കലും
ടെൻഷൻ ആവരുത്, മുന്നോട്ട് തന്നെ പോവാ. തീർച്ചയായിട്ടും. ഏട്ടന്റെ ഡ്രീം എല്ലാം സക്സസ്ഫുൾ ആവട്ടെ. അപ്പൊ അടുത്തൊരു പടം ഹിറ്റായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം ഇൻഷാല്ലാ. അല്ലേ? അപ്പൊ അതുപോലെ നൈനിഷ അല്ല തൃഷയ്ക്കും മതിയേട്ടാ. അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ടേക്ക് പോട്ടെ. കല്യാണം കഴിഞ്ഞാണോ മാരീഡ് ആണോ? മാരീഡ് ആണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. എത്ര തള്ളയാണ് അവൻ, എന്നെ തള്ളാണ്. കണ്ടാ തോന്നില്ല കേട്ടോ. ഇല്ല. നിങ്ങൾക്ക് ഇന്ന് ഞാൻ എന്താ വാങ്ങി തരണ്ടേ? ഒരാള് 8 മാസം മുമ്പ് നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പറയുമ്പോൾ ഞാൻ അപ്പൊ ഇത്രയും പറഞ്ഞാൽ മതിയോ? എന്തായാലും നമുക്ക് കുറെ നേരം ഞങ്ങൾ ബോറടിപ്പിച്ചു. ഓക്കെ, ഞാൻ അഭിനയിച്ച ഞങ്ങളുടെ ആൽബം കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോഴും ഇടയ്ക്കെങ്കിലും കമൻ്റ് രൂപത്തിലൊക്കെ നമ്മളെങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും ആ കാലത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന, വീണ്ടും ഇത് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇതുപോലെ വളർന്നു വരുന്ന എല്ലാ കലാകാരന്മാർക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അവരെയൊക്കെ നല്ല രീതിയിലാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഗാലറി വിഷനും നല്ല രീതിയിൽ പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Thank you so much.